CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തുറക്കുളം മത്സ്യമാർക്കറ്റിൽ അഴുകിയ മത്സ്യം വിൽക്കുന്നു എന്ന രീതിയിൽ പ്രചരിച്ച വീഡിയോ വസ്തുതാവിരുദ്ധമാണെന്ന് കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ. ചൊവ്വാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലാണ് വിഷയം ചർച്ചയായത്. തിരുവത്ര പുതിയറയിൽ 750 ഗ്രാം ഹാഷിഷ് ഓയിലുമായി 2 യുവാക്കളെ ചാവക്കാട് പോലീസ് പിടികൂടി. കടപ്പുറം വട്ടേക്കാട് സ്വദേശികളാണ് അറസ്റ്റിലായത്. മുഖ്യമന്ത്രിയെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും വഴിയിൽ തടയുമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. തൃശൂർ കുന്നംകുളം റോഡിലെ ചൂണ്ടൽ മുതൽ മഴുവഞ്ചേരി വരെയുള്ള ഭാഗം സഞ്ചാരയോഗ്യമാക്കുക, റോഡ് അറ്റകുറ്റപ്പണിയോടുള്ള MLAയുടെ നിസ്സംഗത അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യമുന്നയിച്ച് കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ സംഘടനകളുമായും കൈകോർക്കാൻ SFI തയ്യാറാണെന്ന് സംസ്ഥാന സെക്രട്ടറി PM ആർഷോ പറഞ്ഞു. 2 ദിവസങ്ങളിലായി ഗുരുവായൂരിൽ നടക്കുന്ന SFI 48ാം ജില്ലാ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സണായി ജൂലറ്റ് ബിനു ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന മാഗി ജോൺസൺ മുന്നണിയിലെ ധാരണയനുസരിച്ച് ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ചാവക്കാട് നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ലോക മുലയൂട്ടൽ വാരാചരണം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ചു. ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പുന്നയൂർ മന്നലാംകുന്ന് GFUP സ്കൂളിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടോയ്ലറ്റിന്റെയും അനുബന്ധ പ്രവൃത്തികളുടെയും ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ആഷിത നിർവഹിച്ചു. പ്രാദേശിക ഓണോത്സവങ്ങൾ നടത്താൻ സർക്കാർ അനുവദിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മ സംസ്ഥാന ജനറൽ സെക്രട്ടറി രവി കേച്ചേരി. ഇത് സംബന്ധിച്ച് സർക്കാരിനെ സമീപിച്ചതായും രവി കേച്ചേരി വ്യക്തമാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി വയനാട് പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 30 വീടുകൾക്കും വിദ്യാർത്ഥികളുടെ പഠന ചിലവിലേക്കുമുള്ള ധനസമാഹരണാർത്ഥം പെരുമ്പിലാവിൽ സ്നേഹത്തിന്റെ ചായക്കട തുടങ്ങി. സ്റ്റേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ശ്രീകൃഷ്ണ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ KS ഹരിദയാലിനെ അനുമോദിച്ചു. സൈക്കിൾ വാങ്ങാനായി സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി 6ാം ക്ലാസുകാരൻ മാതൃകയായി. വെള്ളാറ്റഞ്ഞൂർ പുല്ലാനിക്കുഴിയിൽ ശിവൻ ബിനിത ദമ്പതികളുടെ മകനാണ് ആദിദേവ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷനിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ എരുമപ്പെട്ടി സ്വദേശിനി KS ആദ്രയെ കോൺഗ്രസ് അനുമോദിച്ചു. പെരുമ്പിലാവ് അൻസാർ ട്രെയിനിംഗ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം നടപ്പിലാക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 14 ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാതയോരത്തെ മൺകൂനകൾ കാൽനടയാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും ഭീഷണിയാകുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടനം കഴിഞ്ഞ കേച്ചേരി കുറാഞ്ചേരി റോഡിന്റെ വഴിയോരത്താണ് റോഡ് പണിയുമായി ബന്ധപ്പെട്ട മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത്. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. പാപ്പാളി പ്രദേശം ഇരുട്ടിൽ. പരിസരവാസികൾ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു പ്രതിഷേധിച്ചു. നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്ന ചൂണ്ടൽ ഉണ്ണീശോ തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ രൂപങ്ങളുടെ ആശീർവാദം നടന്നു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.